കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റിനുള്ളിലെ സിസിടിവി ക്യാമറകളുടെ മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ഒപ്പമുണ്ടായിരുന്നവരുമാണെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ പേരിൽ ഇക്കാര്യത്തിൽ മോഷണക്കുറ്റം ചുമത്താതെ കന്റോൺമെന്റ് പോലീസ്. മെമ്മറി കാർഡ് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കാമെന്നാണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. കെഎസ്ആർടിസിയുടെ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചത് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കെ ഇവരുടെ പേരിൽ മോഷണക്കുറ്റം എന്തുകൊണ്ട് ചുമത്തുന്നില്ല എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. കേസിന്റെ തുടക്കം മുതൽ കേസിൽ അനധികൃത ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് പോലീസ് കമ്മീഷണറാണ്. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേസെടുക്കുമ്പോൾ പോലും മേയറുടെയും എംഎൽഎയുടെയും രക്ഷയ്ക്കുള്ള പഴുതുകൾ കമ്മീഷണർ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ.എം. സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് രണ്ടാമതെടുത്ത കേസിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഈ പോലീസ് നടപടി പോലും ഉണ്ടാകുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഒടുവിൽ പോലീസ് കോടതി വടിയെടുത്തപ്പോൾ കേസെടുക്കേണ്ടി വന്നത്. കെഎസ്ആർടിസി ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എംഎൽഎ സച്ചിൻ ദേവിനുമെതിരെ എടുത്ത പരാതിയിൽ മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം കമ്മീഷണർ കന്റോൺമെന്റ് പോലീസിന് നൽകി കഴിഞ്ഞു. മെമ്മറി കാർഡ് മോഷണത്തിൽ ഇവർക്കെതിരെ പ്രത്യേകം കേസെടുക്കാതിരിക്കുന്നതും അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കെ എംഎൽഎ ബസ്സിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനുള്ള മറ്റൊരു നാടകത്തിനും കമ്മീഷണറുടെ നിർദ്ദേശമുണ്ട്. കേസ് മാറ്റിമറിക്കാനുള്ള കമ്മീഷണറുടെ പുതിയ പദ്ധതികളുടെ ഭാഗമായി വേണം ഇതിനെ കരുതാൻ. ബസ്സിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം എഫ്ഐആറിലുണ്ട്. എംഎൽഎ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുതര കുറ്റങ്ങളുണ്ടെങ്കിലും മേയറുടെയും എംഎൽഎയുടെയും അറസ്റ്റ് നിർബന്ധമല്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നതായ പോലീസ് ഭാഷ്യവും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ IPC 353 വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. എന്നാൽ കെഎസ്ആർടിസി ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതിൽ മോഷണക്കുറ്റം ചുമത്തിയിട്ടില്ല.